നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഭാരതത്തിലെ പാവപ്പെട്ടവരായ നിരപരാധികളായ ആ ജനങ്ങളോട് പാകിസ്ഥാൻ തീവ്രവാദികൾ കാട്ടിയ ചില തെമ്മാടിത്തരങ്ങളും അവരെ വെടിവെച്ച് ഒരു മനസാക്ഷിയില്ലാതെ കൊന്ന് തള്ളിയ ആ രീതിയോട് ഇന്ന് ഭാരതം തിരിച്ചടിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു യുദ്ധം ഉണ്ടാവുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചും അത് പാകിസ്ഥാനെ സംബന്ധിച്ചും നല്ല ഒരു രീതിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു മഹാരാജ്യം, ഇന്ത്യ ഒരു മഹാരാജ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സമ്പത്തിന്റെ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. എല്ലാ തരത്തിലും കാർഷികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഇന്ത്യയെ ഒറ്റുനോക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. പക്ഷെ ആ ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തെ എങ്ങനെങ്കിലും തകർക്കാൻ ശ്രമിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഉദ്ദേശം. അതിന് ഈ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ട് വരുന്ന തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് എന്ന രീതിയിലാണ് ഇവര് ജനങ്ങളോട്, നമ്മുടെ ജനങ്ങളോട്, ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളോട് വെടിവെച്ച് കൊല്ലുകയും അത്തരം നിഷ്ഠൂരമായ പ്രവർത്തികൾ ചെയ്ത് ആളാവുകയും ചെയ്യുന്ന പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാൻ നമ്മുടെ ഭാരതത്തിന്റെ മുന്നിൽ ഒന്നുമല്ല, വെറും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ നമുക്കും നഷ്ടമുണ്ടാവും, അതുപോലെ അതിനധികം നഷ്ടം അവർക്കും ഉണ്ടാവും. പക്ഷെ അവര് ഭീകരവാദികളെ വളർത്തുന്ന ഒരു രാഷ്ട്രമാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഭീകരവാദികളെ ഒന്നും വളർത്തില്ല. ഒന്നിനും വലം വെച്ചു കൊടുക്കുന്ന രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ രാജ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയുടെ മഹത്വത്തെ കുറിച്ചിട്ട്. എല്ലാ കൊണ്ടും സമ്പത്ത് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ കണ്ണുവെക്കുന്നത്. ഇതൊന്നും തകർക്കാൻ ഇവിടെ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾക്കും അറിയാം, അതേപോലെ തന്നെ നമ്മുടെ സൈന്യത്തിനും അറിയാം. അതൊക്കെ വേണ്ട രീതിയിൽ നമ്മുടെ ഭരണാധികാരികൾ നിർദ്ദേശം കൊടുക്കുകയും വേണ്ട സമയത്ത് സൈന്യം അതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യും. പക്ഷേ ഒരു യുദ്ധം ഉണ്ടാവാൻ നമ്മളെ പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് അത്ര നല്ലതല്ല. യുദ്ധം നമ്മളെ പോലുള്ള സാധാരണക്കാരെയും അത് ബാധിക്കും, സാമ്പത്തികമായി ബാധിക്കും, എല്ലാ തരത്തിലും നമ്മളെ ബാധിക്കും. അതിലും കൂടുതൽ അവരെ ബാധിക്കും. പക്ഷെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. അങ്ങനത്തെ ഒരു രാജ്യമാണ് അവര്. സ്വയം കൊന്നൊടുങ്ങുക എന്നുള്ള രീതി അവരുടെ. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിലൊക്കെ മഹത്തായ രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയെ എല്ലാവരും ബഹുമാനിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഭരണാധികാരികളെ എല്ലാ രാജ്യങ്ങളും ബഹുമാനിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സൈന്യവും. എല്ലാം കൊണ്ടും മികച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക, യുദ്ധത്തിന് ആഗ്രഹിക്കാതിരിക്കുക. വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തോളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇന്ത്യയെ ഇങ്ങോട്ട് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അത് വേണ്ട സമയത്ത് നമ്മുടെ ഭരണാധികാരികൾക്ക് അറിയാം കൃത്യമായിട്ട് വേണ്ട സമയത്ത് ചെയ്യാൻ. അല്ലാതെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കുറെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം ഭരണാധികാരികളും നമ്മുടെ സൈന്യവുമാണ് തീരുമാനിക്കുന്നത്. കൃത്യമായിട്ട് നമുക്കൊക്കെ പറയാനേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. പക്ഷെ കൃത്യമായിട്ട് അവര് തിരിച്ചടി കൊടുത്തോളും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ. പാകിസ്ഥാൻ ശരിക്കും മനസ്സിലാക്കും ഇന്ത്യ എന്താണെന്നുള്ളത്. ശരിക്കും ഒന്ന് ആഞ്ഞടിച്ചാൽ പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. വെറുതെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ. അത്രേ ഉള്ളൂ അവര്. നമുക്ക് എല്ലാവർക്കും അറിയാം അവരൊന്നുമല്ല ഇന്ത്യയുടെ മുമ്പിൽ നിന്ന്. ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മുമ്പിൽ അവർക്ക് ഒന്നും കൂട്ടിയേ പറ്റില്ല. വെറുതെ അങ്ങനെ പേടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പാവപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുക, കൊല്ലുക, ഇതൊക്കെയാണ് അവരുടെ കുട്ടിക്കളി എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്നത്. അല്ലാതെ എന്താ അവർക്ക് കൂട്ടിയേ പറ്റുക? ഒന്നും കൂട്ടിയേ പറ്റില്ല. പക്ഷെ ഇന്ത്യക്ക് വളരെ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഭാരതം ഓരോ കാര്യങ്ങളും നീക്കം ചെയ്യുന്നത്. ഓരോ ഇത് എന്തുണ്ടായാലും ഭാരതം അത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ ഭരണ നേതാക്കളും അങ്ങനെ തന്നെയാണ്. അതേപോലെ നമ്മുടെ സൈന്യവും അങ്ങനെ തന്നെ. ഓരോ സ്റ്റെപ്പുകളും ആലോചിച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലും അതുപോലെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മളെ കൃത്യമായിട്ട് ആ വാർത്ത അറിയുന്നുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു, എല്ലാം കൃത്യമായി അറിയിക്കുന്നതിന്. പക്ഷെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ എല്ലാം നമ്മുടെ സൈനികർക്കും നമ്മുടെ ഭരണാധികാരികൾക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും അത് തിരിച്ചടിക്കാനുള്ള എല്ലാ കഴിവും ദൈവം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മളെല്ലാവരും പോർക്കാളി ഭഗവതിയെ പ്രാർത്ഥിക്കുക. നമുക്ക് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൻ വിജയത്തോടെ ഇന്ത്യ വിജയിക്കുമെന്ന് പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.